നമുക്കൊപ്പം കരിമഠം കോളനിയിലെ ആ പഞ്ചായത്തിലെ പാലത്തിലൂടെ പോയി വെള്ളത്തിൽ വീണ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയാണ് അല്ലേ? എന്താ അമ്മയുടെ പേര്? പ്രിനി. അവന്റെ പേരെന്താ? ഓക്കെ, ആയുഷ്. ആയുഷിന്റെ അമ്മ എന്താ? ആയുഷിന് എന്താ പറ്റിയത്? വീണ പാലത്തിൽ നിന്ന് എന്താ പറ്റിയത്? പാലത്തിൽ കൂടെ നടന്നു വന്നപ്പോ വീണു. വെള്ളത്തിൽ വീണോ? നല്ല ആഴമുള്ളതല്ലേ ആ വെള്ളം? എന്നിട്ട് എന്ത് പറ്റി? അവന് ചെറിയൊരു പത പോലെയൊക്കെ അറിയാം. അങ്ങനെ കൈകൊണ്ട് പതച്ചൊക്കെ കിടന്ന്. എപ്പോഴാ വീണ? സ്കൂളിൽ പോയപ്പോഴാണോ കളിക്കാൻ പോയപ്പോഴാണോ? സ്കൂളിൽ പോയപ്പോഴാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG പഠിക്കുന്നത് അല്ലേ? അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആയുഷ് പോകുന്നു, പാലത്തിൽ കൂടി നടക്കുന്നു. എന്താ പറ്റിയെന്നാ പറഞ്ഞത് മോൻ? പാലം പിടിച്ചപ്പോഴാണോ കാല് വെച്ചപ്പോഴാണോ താഴെ പോയത്? പകുതി എന്നപ്പോൾ കാല് പടിയെ തട്ടി താഴോട്ട് മറിഞ്ഞു പോവുകയത്. കൈവരി പിടിക്കാൻ പറ്റി? ഇല്ല, കൈവരി കുറച്ച് പൊക്കത്തില്ല. പാലത്തെ കൈ പിടിക്കാൻ പറ്റിയില്ല, അങ്ങ് താഴെ വീണു. അതാണ് പറ്റിപ്പോയത്. ആയുഷ് കാല് വെച്ചു, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല, തട്ടി വീണപ്പോൾ കൈവരി ഇല്ലാത്തത് കൊണ്ട് താഴെ പോയി അല്ലേ? പേടിയുണ്ടോ ഇപ്പോൾ കുട്ടിയെ അയക്കാൻ? അതിനുശേഷം പിന്നീട് ഒറ്റയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല, ഒറ്റയ്ക്ക് അയച്ചിട്ടില്ല. ഇപ്പോഴും പാലത്തെ കയറാൻ പേടിയാ. ഇന്നലെ അവർ വന്നപ്പോഴും മുത്താണ് കയറ്റി അക്കരെ ഇറക്കിയത്. ആണ്. അപ്പം ഇപ്പൊ എങ്ങനെ സ്കൂളിൽ പോകാൻ പോകുന്നത്? നിങ്ങൾ ഇപ്പോഴും ആ പാലത്തിൽ കൂടെ തന്നെയല്ലേ പോവാ? ഞങ്ങൾ ഞാൻ സ്കൂൾ മാറുക. ആ സ്കൂൾ മാറാൻ പോവാണ്. ആ പാലത്തെ കൂടെ ഇനി കയറാൻ നിവൃത്തിയില്ല. അതുപോലത്തെ പാലം ഞങ്ങൾ ആ സ്കൂളിലോട്ട് ഇനി ഇല്ല. ആ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ നിങ്ങൾ എവിടെ അയക്കും കുട്ടിയെ? ഇനിയിപ്പോ ഇവിടെ വെച്ചൊരു സ്കൂളിലോട്ട് അയക്കാന്ന് ഓർത്തിരിക്കും. അപ്പൊ അത് ആ പാലത്തിൽ കൂടെ കയറണ്ടേ? ഇല്ല, ആ പാലത്തിൽ കൂടെ പാലവും വേണ്ട, വള്ളത്തിലും കയറണ്ട. ഞങ്ങൾക്ക് നേരെ ഇച്ചിരി നടക്കണമെന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇത് സർക്കാർ സ്കൂൾ ആയിരുന്നില്ലേ? ഇത് അതെ, സർക്കാർ സ്കൂൾ. ഈ വെച്ചൂർ ഇവിടെ ഉള്ളതോ? അതും സർക്കാർ. പക്ഷെ കുറച്ചുകൂടി ദൂരം ഉണ്ടോ? കുറച്ചുകൂടി ദൂരം ഉണ്ട്. എത്ര ദൂരം ഉണ്ടാവും? ഇപ്പം തൊട്ടടുത്തായിരുന്നില്ലേ സ്കൂള്? ഞങ്ങൾക്ക് ഒന്നും അറിയണ്ടായിരുന്നു. 4-3:30 പാലം പണിതിരുന്നെങ്കിൽ മോന് തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിക്കാമായിരുന്നു. തീർച്ചയായിട്ടും. പാലം പണിയാത്തത് കൊണ്ട് സ്കൂൾ മാറ്റുവാണ് അല്ലേ? അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതാണ് രതീഷ പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നതിലും അധികം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരു കുട്ടിയുടെ പഠനാവകാശത്തെ പോലും ആ പാലം എങ്ങനെയാണ് എതിരായി ബാധിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ആയുഷ്. അതിന് നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞാലാണ് സാധ്യമാവുക? ഞാൻ വരാം സുജി. രതീഷ് മറുപടി സംസാരിക്കോ? നമ്മൾ ഈ ആദ്യം ചോദിച്ച ചോദ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ ഒരു ഉത്തരം പറയാം. നോ ഓർ എസ്, രണ്ട് വാക്ക്. ആ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് ഉത്തരം പറയാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സമയം തരണം. 18 വർഷങ്ങൾക്ക് മുമ്പ് MK ഗോപി, അതായത് ഇപ്പോൾ ഇരിക്കുന്ന വൈസ് പ്രസിഡന്റിൻ്റെ അച്ഛൻ MK ഗോപി, അദ്ദേഹം വാർഡ് മെമ്പറായിരുന്ന സമയത്ത് കൈപ്പനോട്ട് പാലം, ഇന്നത്തെ MP തോമസ് ചാഴിയാർ അന്ന് നമ്മുടെ മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ആ പാലം അവിടുന്ന് പൊളിച്ചിട്ട്, കാരണം നമ്മുടെ അയ്മനം പഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമപ്രദേശം എന്ന ഒരു ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഒരു 18 കിലോമീറ്റർ. ഞാൻ പറഞ്ഞോട്ടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഒരു 18 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ ആ ഭൂവിസ്തൃതിയുടെ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് ആറുകളെ തമ്മിൽ ബന്ധപ്പെടുത്തിയാണ്. ഞാൻ പറയട്ടെ പറഞ്ഞതിന് ശേഷം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ സംസാരിക്കുക. അപ്പൊ അങ്ങനെ നിർമ്മിച്ച ആ പാലത്തിന്റെ അവശേഷിപ്പ് കൊണ്ട് നിർമ്മിച്ച പാലമാണ് ഈ കരിമഠം സ്കൂളിന്റെ അടുത്തുള്ളതും. അതുപോലെ തന്നെ കരിമഠം സ്കൂളിന്റെ കിഴക്കുവശത്തായിട്ട് കുറച്ച് മാറി ഉണ്ടായ പാലം നമ്മൾ ഒരു 2 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു നടപ്പാതം പുനഃസ്ഥാപിക്കപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഈ സ്കൂളിനോട് മാറി തന്നെ 500 മീറ്റർ ചുറ്റളവിൽ തന്നെ വേറെ നടപ്പാതം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ആ പാലത്തിന് വേണ്ടി അന്നത്തെ MLA കുറുപ്പ് 4 ലക്ഷം രൂപ അനുവദിക്കുകയും പഞ്ചായത്തിൽ നിന്ന് ആദ്യത്തെ പാലത്തിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നുള്ള വിഹിതവും വേൾഡ് വിഷന്റെ വിഹിതമായിട്ടും ശ്രമദാനത്തിന് ഞാൻ പറയട്ടെ, ആ ശ്രമദാനത്തിന്റെ ഫലവുമായിട്ട് അവിടെ 2 പാലം നടപ്പാതെ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളുടെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു കരിമഠത്തെ ഒരു സമഗ്ര വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു നടപ്പാതയല്ല നമുക്ക് ആവശ്യം. അവിടെ VKVയും അതുപോലെ തന്നെ 900 പാടശേഖരം തമ്മിൽ ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ കാർഷിക ആവശ്യങ്ങൾക്കും അതുപോലെ ഗതാഗത മാർഗത്തിനും മറ്റു തരത്തിലുള്ള ടൂറിസം പദ്ധതിക്കും അനുയോജ്യമായ തരത്തിലുള്ള ഒരു പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ DPR തയ്യാറാക്കാൻ. അതായത് എത്ര വർഷമായി സാർ ഈ ആയുഷിനെ പോലുള്ള കുട്ടികൾ പോകുന്നത് വരെ നിങ്ങൾക്ക് DPR